ഹലോ ഫ്രണ്ട്സ്, നമ്മൾ AOS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ആരംഭിക്കുന്നത്. അതിൽ പറയുന്നത് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്. അക്കോർഡിംഗ് ടു ദി ഡിഫറെൻറ്റ് തിങ്കേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് തിയറി ഓഫ് ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ദി സോവറിൻ പവർ, ഇത് പരമാധികാരത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആൻഡ് മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുന്നതിനെയും നടപ്പിലാക്കുന്നതിനെയും സംബന്ധിക്കുന്ന പഠനമാണ്. ആൻഡ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, കടമകളെയും അവകാശങ്ങളെയും സംബന്ധിക്കുന്ന പഠനമാണ്. ആൻഡ് അതർ ഇലക്ഷനെ സംബന്ധിക്കുന്ന പഠനമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിക്കുന്ന വിവരമാണ്. അപ്പോൾ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇത് സ്റ്റഡി ഓഫ് ദി വെൽഫെയർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ്, ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇത്രയും. ഇനി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്സ് ഈസ് നോൺ ആസ് ദി പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. പ്രായോഗികമായ പൊളിറ്റിക്സിനെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം, ദി വർക്കിംഗ് ഓഫ് ലോസ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെയും നിയമങ്ങളെ സംബന്ധിക്കുന്ന ഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ആൻഡ് അതർ ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോസ് ഓഫ് ദി ലോസ് ആൻഡ് ലെജിസ്ലേഷൻ, നിയമങ്ങളും നിയമനിർമ്മാണങ്ങളെയും സംബന്ധിക്കുന്ന പഠനം. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഇൻക്ലൂഡ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ഇതിൽ അന്തർദേശീയ പൊളിറ്റിക്സും ഉൾപ്പെടുന്നുണ്ട്. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും പരമായിട്ടുള്ള കാര്യങ്ങളിൽ പൊളിറ്റിക്സ് ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമായിട്ടും ഇത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, പൗരൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും പൊളിറ്റിക്സ് പറയുന്നുണ്ട്. മാത്രമല്ല ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി പൊളിറ്റിക്സ് ഈസ് നോൺ ആസ് ദാറ്റ്, അതിനെയാണ് പൊളിറ്റിക്സിൻ്റെ മുഖ്യമായ വിഷയം എന്ന് നാം ഉദ്ദേശിക്കുന്നത്. ഇനി പൊളിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഇതുകൊണ്ട്? ദെൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് പൊളിറ്റിക്സ് also has many positive aspects, or the practical politics has also many positive aspects. പ്രായോഗിക പൊളിറ്റിക്സിന് വളരെയധികം അടുത്ത ബന്ധമുണ്ട്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഹാസ് ആൾസോ മെനി പോസിറ്റീവ് ആസ്പെക്ട്സ്. പ്രായോഗിക പൊളിറ്റിക്സിന് വളരെയധികം അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിൽ എന്തെല്ലാമാണ്? ദ വെൽഫെയർ സ്റ്റേറ്റ് ഹാസ് എ പോസിറ്റീവ് പ്രോഗ്രാംസ്, ഒരു ക്ഷേമരാഷ്ട്രത്തിന് വളരെ അനുകൂലമായിട്ടുള്ള കർമ്മപരിപാടികളുണ്ട്. അതെന്തെല്ലാമാണ്? ദ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയില്ലായ്മ ചെയ്യുക. മിനിമം വേജസ് ഫോർ ദ പീപ്പിൾ ഓർ ലേബേഴ്സ്, തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ പരിധി നിശ്ചയിക്കുക, വരുമാനം ഏറ്റവും കുറഞ്ഞ വേജസ് നിശ്ചയിക്കുക. അതുകൂടാതെ കൊണ്ട് തന്നെ ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് മിനിമം വേജസ് ടു ദി ലേബേഴ്സിനെല്ലാം തന്നെ, അഥവാ തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം സ്ഥിരീകരിക്കുക. മറ്റൊന്ന് ഇത് എംപവർമെൻ്റ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്, ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ശാക്തീകരണം. ഇതെല്ലാമാണ്
അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്കൽ പാർട്ടീസും അഥവാ പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുകൂടാതെ ആ പൊളിറ്റിക്സിൻ്റെ ഗുണങ്ങൾ, നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി. ഇത്രയുമാണ് നമ്മൾ ആ പരീക്ഷയ്ക്ക് വന്നാൽ ഇത് എഴുതേണ്ടത്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചെന്നാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു.